ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി വോൾ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂവിയെ പറ്റി ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. അതുമല്ലാതെ ഈ ഒരു മൂവിയിൽ ഒരു കഥാപാത്രമുണ്ട്. അയ്യോ, ആ ഒരു കഥാപാത്രത്തോട് എനിക്ക് വരുന്ന ദേഷ്യമുണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ദേഷ്യം വരുമെന്നേ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും ഇത്ര മാത്രം മതി. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ റാംസി അവനിപ്പോൾ ഒരു കോർട്ട് റൂമിലിരുന്ന് എന്തോ ഒരു കാര്യം നല്ല രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹീറോയുടെ വോയിസിൽ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു പയ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ ഇന്ന് ചെയ്ത ആ ഒരു കാര്യം കാരണം എന്റെ മാനം, മര്യാദ ഇതെല്ലാം നഷ്ടപ്പെട്ടു. സത്യത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ആ ഒരു പയ്യനെ കാണുന്നുണ്ട്. പക്ഷെ ഒരാളെ കൊല്ലാനൊന്നും ഒരിക്കലും അവനെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. പക്ഷെ എന്നിരുന്നാലും അവനൊരു കൊലയാളിയാണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തു. ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 2 മാസമായി. ഈ 2 മാസത്തിനിടയിൽ അവൻ ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും എന്നോട് ഇതുവരെ വാ തുറന്നത് സംസാരിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു വോയിസ് ഓവർ അവസാനിക്കുന്നതും ഹീറോ പറഞ്ഞ ആ ഒരു പയ്യൻ വേറെ ആരുമല്ല, ദേ ഇതാണ്, അവന്റെ പേര് മൈക്ക് എന്നാണ്. 17 വയസ്സുള്ള മൈക്ക് തന്റെ അച്ഛനെ കൊന്നു പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ഈ ഒരു കോർട്ട് റൂമിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുമല്ല, ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 2 മാസമായി. ഹീറോ ആണ് അവന് വേണ്ടി വാദിക്കുന്നത്. അപ്പൊ ആ ഒരു പയ്യൻ തന്റെ വക്കീലായിട്ടുള്ള ഹീറോയോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലല്ലേ ഹീറോയ്ക്കായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ അവനാണെങ്കിൽ ഒരു കാര്യം പോലും പറയത്തൂല. അങ്ങനെ ഇപ്പൊ കാണിക്കുമ്പോൾ കോർട്ട് റൂമിൽ ഇവർ രണ്ടുപേരും ഇരിക്കാണ്. അതും ആദ്യത്തെ ദിവസം. അപ്പൊ ആ ഒരു കോർട്ട് റൂമിലെ മൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ അമ്മ ലോറിറ്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ എതിർഭാഗം വക്കീലെ, അതേപോലെ തന്നെ ഒരു 5 ജൂറീസും. അപ്പൊ ഈ ഒരു ജഡ്ജി മാത്രമല്ലാതെ ഒരു 5 ജൂറീസും ഇരിപ്പുണ്ട്. അപ്പൊ ഇവരും കൂടി ചേർന്നിട്ടായിരിക്കും അവസാനത്തെ ആ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ എതിർഭാഗം വക്കീലാണെങ്കിലും വാദിക്കാൻ തുടങ്ങാണ്. കുറ്റവാളിയായിട്ടുള്ള 17 വയസ്സുള്ള മൈക്ക് തന്റെ സ്വന്തം അച്ഛനെ കൊന്നിട്ടാണ് ഈ ഒരു കോർട്ട് റൂമിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതുമല്ല, മൈക്കിന്റെ അച്ഛനായിട്ടുള്ള ബോണ് ഒരു പ്രൊഫഷണൽ വക്കീലും കൂടിയാണ്. നമ്മുടെ ഈ ഒരു കോർട്ടിൽ തന്നെ അദ്ദേഹം ഒരുപാട് കേസുകൾ വാദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൊലപാതകം ഇതൊരു ആക്സിഡന്റ് ആയിട്ടോ സെൽഫ് ഡിഫൻസ് ആയിട്ടോ ചെയ്ത ഒരു കാര്യമായിട്ട് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം കുറ്റവാളിക്ക് അവന്റെ അച്ഛനോട് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, എല്ലാ കുട്ടികളും നല്ലതുപോലെ വളരാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മമാരും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരെ നല്ലതുപോലെ വളർത്തുമല്ലോ. അതൊരിക്കലും മൈക്കിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. അവന്റെ അച്ഛനായാലും അവനെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ട് എറിയുന്നത്, അതേപോലെ തന്നെ കുറച്ച് വഴക്ക് പറയുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലാ മാതാപിതാക്കളും കുട്ടികളോട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറയുമ്പോൾ മൈക്കിന്റെ അച്ഛൻ ബോൺ ഉണ്ടല്ലോ, അവൻ എന്തായാലും നമുക്ക് ബോൺ എന്ന് വിളിക്കുന്നതിന് പകരം ബെൻ എന്ന് വിളിക്കാൻ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അങ്ങനെ എതിർഭാഗം വക്കീലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് മൈക്കിനോട് ചോദിക്കുന്നുണ്ട്, ഹേയ് ഇപ്പോഴെങ്കിലും നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയ്, എന്നാലേ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും ഈ കല്ലിൽ കൊത്തിവെച്ച ശില്പം ഇരിക്കുമല്ലോ അനങ്ങാതെ, അതുപോലെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു കേസിലെ ആദ്യത്തെ വിറ്റ്നസ് ഉണ്ടല്ലോ അവരെ വിളിച്ചപ്പോൾ ചോദ്യം ചെയ്യാണ്. അങ്ങനെ നമ്മുടെ എതിർഭാഗ വക്കീലാണെങ്കിലും ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു ലേഡി ആണെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് ആണ്. വേറെ ഒന്നുമല്ല, മൈക്കിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ മൈക്കും അവന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ യാത്ര പോയിരുന്നു. അതിലെ എയർ ഹോസ്റ്റസ് ആണ് ഈ ഒരു ലേഡി. അങ്ങനെ വക്കീലായാലും ആ ഒരു ലേഡിയോട് ചോദിക്കും, ഓക്കെ ശരി, ബെന്നും മൈക്കും നീ ജോലി ചെയ്യുന്ന ആ ഒരു ജെറ്റിലാണ് യാത്ര പോയിരുന്നത്. ആ ഒരു ജെറ്റിൽ എയർ ഹോസ്റ്റ് ആയിട്ട് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയേ, ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുന്ന ആ ഒരു സമയത്ത് രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കയറുന്ന സമയത്ത് രണ്ടുപേർക്കും എന്തെങ്കിലും വഴക്കിട്ടിരിക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡി ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. വേറെ ഒന്നുമല്ല, ആദ്യം ബെന്നും മൈക്കും മൈക്കിനെ ഒരു സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ബെന്നിന്റെ ബിസിനസ് ആവശ്യത്തിനായിട്ട് മറ്റൊരു സ്ഥലത്തും പോകണമായിരുന്നു. ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ തിരിച്ചും വന്നു. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഇവർ രണ്ടുപേരും വഴക്കിടുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ മൈക്ക് എപ്പോഴും അവന്റെ അച്ഛനെ പേടിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആ ഒരു എയർ ഹോസ്റ്റ് പറഞ്ഞു തീരുന്നതും ആ ഒരു എതിർഭാഗം വക്കീല് അയാൾ പോയിരിക്കുമ്പോഴത്തേക്കും അടുത്തത് നമ്മുടെ ഹീറോ വന്നിട്ട് ഇപ്പൊ ആ ലേഡിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാണ്. ഓക്കെ, ബെൻ മരിക്കുന്നതിന് 4 ദിവസം മുന്നെയാണ് നിങ്ങളുടെ ജെറ്റിൽ അവൻ ആ ഒരു യാത്ര പോയത്. അതുമല്ല, ബെൻ ആദ്യമായിട്ടല്ല ഈ ഒരു പ്രൈവറ്റ് ജെറ്റ് യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ അവൻ യാത്രക്കായിട്ട് ഈ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതുപോലെ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ബെൻ എപ്പോഴൊക്കെയാണോ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജെറ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ബെന്നിനോടൊപ്പം ഏതെങ്കിലും സ്ത്രീകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി ആണെങ്കിൽ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. വേറെ ഒന്നുമല്ല, ബെൻ ഇതേപോലെ 1-2 ലേഡീസിനെ എല്ലാം ആ ഒരു ജെറ്റിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് അതെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 ലേഡീസിനെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവരുടെ പേരെല്ലാം നമ്മുടെ ഹീറോ ചോദിക്കും. പക്ഷേ അത് ഇവരുടെ റൂൾസിനെതിരാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ലേഡിക്ക് പറയാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് ജഡ്ജ് ആണെങ്കിലും ഓക്കെ അധികം ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചോദിക്കണ്ട എന്നും പറഞ്ഞിട്ട് അത് സാധാരണ ഒരു കാര്യമായിട്ട് വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എതിർഭാഗം വക്കീല് ബെന്നിന്റെ ഡ്രൈവറോട് ചോദിക്കാണ്. ഓക്കെ 4 ദിവസം കഴിഞ്ഞിട്ട് അവർ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവര് രണ്ടുപേരും വീട്ടിലേക്ക് കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുപേരും എന്തെങ്കിലും വഴക്കിട്ടതായിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ആ ഒരു ഡ്രൈവറും പറയുന്നു. അപ്പോൾ ആ ഒരു എതിർഭാഗം വക്കീല് പറയുന്നത് വേറെ ഒന്നുമല്ല, ഓക്കെ ആ ഒരു ട്രിപ്പ് പോകുമ്പോഴായാലും സ്വന്തം മകനോട് ബെൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നടന്നു. ആ ഒരു ദേഷ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് കുറ്റവാളി വീട്ടിൽ വന്നിട്ട് ബെന്നിനെ കൊന്നത് എന്ന് എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ആദ്യ ദിവസത്തെ ആ ഒരു കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി 1-2 ഹിയറിംഗും കൂടിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ തന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ജെനി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ ജെനി എന്തായാലും നമുക്ക് ഹീറോയിനെ എന്ന് വിളിക്കാം. അങ്ങനെ ഹീറോയിനെ വിളിച്ചെടുത്തിട്ട് അവളിപ്പോ ഈ ഒരു കേസിൽ ഹീറോയെ സഹായിക്കില്ല എന്നൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവളോട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു. അതിന് അവള് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുമ്പോൾ ഓക്കെ നീ എന്തായാലും എന്നോടൊപ്പം നിന്നോ, ഇനി നിനക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ആയിട്ടും പ്രതി എന്ന് സംശയിക്കുന്ന മൈക്ക് ഇതുവരെ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്നിരുന്നാലും അവനെ ജയിലിൽ പോവാതെ അവനെ രക്ഷിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആ ഒരു കാര്യം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ട് അടുത്ത ദിവസം 2ാമത്തെ ആ ഒരു ഹിയറിംഗിന് വേണ്ടി ഇവരെല്ലാവരും നേരെ കോടതിയിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു ദിവസം നമ്മുടെ എതിർഭാഗം വക്കീൽ ചോദ്യം ചെയ്യുന്നത് ഈ കൊല നടന്ന സ്ഥലത്ത് ആദ്യം പോയ ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അവരെയാണ്. അതൊരു ലേഡിയാണ്. അപ്പൊ അവരെ വിളിച്ചിട്ട് ഓക്കെ നിങ്ങൾ ആ ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് കണ്ടത് വ്യക്തമായിട്ട് എല്ലാം പറയുമ്പോൾ അവരാണെങ്കിൽ അന്ന് നടന്ന ആ ഒരു കാര്യത്തെ പറ്റി പറയാണ്. ഒരു പ്രശ്നമൊന്നും പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചത്, പക്ഷെ അത് എന്താണെന്ന് തിരക്കാതെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് ഡോറ് തട്ടുമ്പോഴത്തേക്കും ഡോറ് വന്ന് തുറന്നത് ലോറിറ്റയാണ്. അങ്ങനെ ഡോറ് തുറന്നിട്ട് ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാല് മരിച്ചു കിടക്കുന്ന ബെന്നിനടുത്ത് പ്രതിയായിട്ടുള്ള മൈക്ക് ഇരിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്ന ബെന്നിന്റെ കൈ ഞാൻ പിടിച്ചു നോക്കി. അവൻ എന്തായാലും മരിച്ചെന്ന് കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ടീമിനെ ഇവിടേക്ക് വിളിച്ചത്. പക്ഷെ അവര് വരുന്നതിന് മുന്നേ തന്നെ വീട്ടിലേക്ക് മറ്റൊരാളും കൂടി വന്നിരുന്നു. അത് വേറെ ആരും അല്ലാതെ നമ്മുടെ ഹീറോ ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവര് പല വർഷമായിട്ട് പരിചയമുള്ളവരാണ്. അതുമല്ല ഹീറോ ഒരു വക്കീലായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നല്ലോ. അതുകൊണ്ട് ലോറിറ്റ തന്നെയാണ് ഹീറോയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ലോറിറ്റ ആയാലും താഴെ വന്ന നമ്മുടെ ഹീറോയെ വിളിക്കാനായിട്ട് താഴേക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന ആ ഒരു ലേഡി പോലീസിനോട് മൈക്ക് പറയും ഈ ഒരു കാര്യം ഞാൻ എന്നേ ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞതായിട്ട് ആ ഒരു ലേഡി ഓഫീസർ ഇങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പെടുന്ന എഴുന്നേറ്റ് ഒബ്ജക്ഷൻ പറയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് ഞാൻ എന്നോ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞത് ഇത് എന്നോ ചെയ്യണമായിരുന്നു എന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ, അതിൽ ഞാനെന്ന് ഒരിക്കലും അവൻ മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു രീതിയിലാണ് പോലീസ് റെക്കോർഡിലുള്ളത്. നിങ്ങളാണ് ഇപ്പോൾ ആവശ്യമില്ലാതെ അതിൽ ഞാൻ എന്നുള്ള ആ ഒരു വാക്ക് ചേർത്തത് എന്ന് ഹീറോ പറയുമ്പോൾ ആ ഒരു ജഡ്ജി ആയാലും ഓക്കെ അതെല്ലാം പോട്ടെ, എന്തായാലും അവരെ അറിയാതെ പറഞ്ഞതായിരിക്കും, ആ ഒരു പോയിന്റ് എന്തായാലും നമുക്ക് എടുക്കണ്ട, ഓക്കെ നിങ്ങൾ ബാക്കി നടന്നത് എന്താണെന്ന് പറയും. ഓക്കെ അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം താഴെ പോയ ലോറിറ്റ ആണെങ്കിലും ഹീറോയും കൂട്ടി നേരെ മുകളിലേക്ക് വരുന്നു. അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ലേഡി ഓഫീസർ പറയും ശരി എനിക്ക് കുറച്ചുകൂടി പ്രൊസീജിയർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് മൈക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും ശരിയാവത്തില്ല, അവനെ താഴേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഹീറോ പറയും മൈക്ക് ബാ നമുക്ക് താഴേക്ക് പോകാന്ന് പറയുമ്പോൾ ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നും അവൻ 1 ഇഞ്ച് പോലും അനങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും അവന്റെ അമ്മയും കൂടി ചേർന്നിട്ട് മൈക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് അവിടെ നിന്നും വെളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലേഡി പോലീസ് ഓഫീസറിന് അറിയത്തുള്ളൂ. നമ്മുടെ എതിർഭാഗം വക്കീലാണെങ്കിലും പറയും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തായാലും പ്രതിയായിട്ടുള്ള മൈക്ക് തന്നെയാണ് അവന്റെ അച്ഛനെ കൊന്നിട്ടുള്ളത്, അവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞ് ആ ഒരു വക്കീല് തന്റെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അതുമല്ല സംഭവം നടന്ന സ്ഥലത്ത് നമ്മുടെ ഹീറോ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആ ഒരു ലേഡി ഓഫീസറിനോട് ഹീറോയ്ക്ക് വലിയ ചോദ്യങ്ങളൊന്നും ഇല്ല ചോദിക്കാനായിട്ട്. പക്ഷെ ഹീറോ ചോദിക്കുന്നത് മൈക്കിനോടാണ്, എടാ നീ ഇപ്പോഴെങ്കിലും ഒന്ന് വാതുറക്ക്, ചോറിനാണെങ്കിൽ നീ വാതുറക്കൂ എവിടുന്ന് എന്നിങ്ങനെ പറയുമ്പോൾ അവൻ ഇപ്പോഴും എന്തോ വിഴുങ്ങിയതുപോലെ അങ്ങനെ ഇരിക്കാണോ ഒന്നും മിണ്ടാതെ. ഇവൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റൂ, അങ്ങനെ അവ ഒന്നും മിണ്ടത്തില്ല. ഷെടാ ഇത് എന്ത് വയ്യാനാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നമ്മുടെ ഹീറോയിനും സംസാരിച്ച് തന്നെ വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസത്തെ ആ ഒരു ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ദിവസം ചോദ്യം ചെയ്യുന്നത് ബെന്നിന്റെ അയൽക്കാരനായിട്ടുള്ള അതും ബെന്നിന്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തനെയാണ്. അങ്ങനെ ആ ഒരു എതിർഭാഗം വക്കീലായാലും ഒക്കെ ഒരുപാട് വർഷമായിട്ട് നിങ്ങളും ബെന്നും അയൽക്കാരായിട്ട് താമസിക്കുന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടെന്ന് നല്ലതുപോലെ തന്നെ അറിയാം. ഓക്കെ ഈ ഒരു 4-5 വർഷത്തിനുള്ളിൽ ബെൻ അവന്റെ മകനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയും മൈക്കിനെ ഞാൻ അവന്റെ കുട്ടിക്കാലം മുതൽ തന്നെ കാണാൻ തുടങ്ങിയതാണ്, പക്ഷെ ആ ഒരു സമയം മുതൽ ഇതുവരെയും മൈക്കും ബെന്നും തമ്മിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഒരു 8 മാസങ്ങൾക്ക് മുന്നേ ബെന്നിന്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പാർട്ടിയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ പോയി. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ബെൻ ആണെങ്കിലോ അവന്റെ ഭാര്യയായിട്ടുള്ള ലോറിറ്റയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയാണ്, അത് വളരെ മോശം
മോശമായിട്ട്. പക്ഷെ ലോറിറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന മൈക്ക് നേരെ വന്ന് ബെന്നിനെ വഴക്ക് പറയാൻ തുടങ്ങി, അവന്റെ അച്ഛനെ വഴക്ക് പറയാൻ തുടങ്ങി. പക്ഷെ ഇതിനു മുന്നേ ഞാൻ ഒരിക്കലും മൈക്ക് ഇതുപോലെ ബെന്നിനോട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ അവൻ അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാണ്ടായി പോയി. അതുപോലെ ആ ഒരു പാർട്ടി നടന്ന സ്ഥലത്ത് നമ്മുടെ ഹീറോയും ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ. അങ്ങനെ ഹീറോ ആയാലും നേരെ ബെന്നിന്റെ അടുത്തേക്ക് എന്നിട്ട് ഹേയ് സമാധാനപ്പെട് പയ്യനല്ലേ അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞിട്ട് ബെന്നിനെ സമാധാനപ്പെടുത്തുന്നതും ബെൻ പറയും ഓക്കെ എന്റെ മകനല്ലേ ഞാൻ അവനോട് സംസാരിക്കാന്നും പറഞ്ഞ് മൈക്കിനെ മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്തി അവന് വഴക്ക് പറയുന്ന രീതിയിൽ അവനെ കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ബെൻ സംസാരിച്ചതായിട്ട് ആ ഒരു അയൽക്കാരനുണ്ടല്ലോ അവൻ കണ്ടെന്ന് പറയുന്നു. പക്ഷെ അവർ എന്താണ് സംസാരിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ അടുത്തേക്ക് വന്ന ബെന്നിനോട് ഹേയ് നീ എന്തിനാ നിന്റെ മകൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്നല്ല ഈ ഒരു അയൽക്കാരൻ ചോദിക്കുന്നതും ബെൻ പറയും എന്റെ മകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിലൊരിക്കലും നീ ഇടപെടാൻ വരരുത് എന്നുള്ള രീതിയിൽ നല്ല ഹാർഷായിട്ട് തന്നെ സംസാരിക്കുന്നു. അതോടെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും അവിടെ വെച്ച് നിർത്തി എന്നുള്ള കാര്യം ഈ ഒരു അയൽക്കാരനായിട്ടുള്ള സുഹൃത്തുണ്ടല്ലോ അയാൾ ഇങ്ങനെ പറയും. അപ്പോഴേക്ക് എതിർഭാഗം വക്കീല് വീണ്ടും ഓക്കെ ഇത് തന്നെയാണ് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മൈക്കിനെ ബെൻ നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. ഒരുപക്ഷെ ആ ഒരു ദേഷ്യം ഇതിന് മുന്നേ ഉള്ള ദേഷ്യം ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കാം സ്വന്തം അച്ഛനെ അവൻ കൊന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് എതിർഭാഗം വക്കീല് നേരെ പോയി സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അതുമല്ല ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് അന്ന് ഹീറോ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അയൽക്കാരൻ ഫ്രണ്ടിനോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിയത്തില്ല. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അന്നത്തെ ഹിയറിംഗും കഴിഞ്ഞു. എല്ലാവരും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതുപോലെ ഈ ഒരു എതിർഭാഗം വക്കീല് സംസാരിച്ച് പോയി കഴിഞ്ഞാല് എന്തായാലും മൈക്കിനെ ജയിലിൽ അടയ്ക്കും, അവനാണ് പ്രതി എന്ന് കൺഫേം ചെയ്യും. പക്ഷെ ഇവനാണെങ്കിലോ ഒരു അക്ഷരം പോലും വാ തുറന്ന് ഹീറോയോട് പറയുന്നില്ല. പറയാത്ത പക്ഷം ഹീറോയ്ക്ക് അവന് വേണ്ടി വാദിച്ച് ജയിക്കാനായിട്ട് കഴിയത്തില്ല. ഹീറോ ആണെങ്കിലും ആകെ വട്ടെടുത്തിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ഹിയറിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. അങ്ങനെ അടുത്ത ദിവസത്തെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസുകാരനെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ എതിർഭാഗം വക്കീലും മാറി മാറി ചോദ്യം ചെയ്യാണ്. എതിർഭാഗം വക്കീലിന് എന്താണ് വേണ്ടത്? മൈക്ക് കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടത് മൈക്ക് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് കേസ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമതായിട്ടുള്ള ഒരു വിറ്റ്നസ് ഉണ്ട്. അതൊരു ചെറിയ പയ്യനാണ്. ആ ഒരു പയ്യനാണ് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പയ്യൻ വേറെ ആരുമല്ല, നേരത്തെ അയൽക്കാരനായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അയാളുടെ മകനാണ്. അങ്ങനെ ആ ഒരു പയ്യനെ അവിടേക്ക് കൊണ്ടെടുത്ത് എതിർഭാഗം വക്കീല് ചോദിക്കും ഓക്കെ നിന്റെ അച്ഛനെ ഇന്നലെ ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. 8 മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ബെന്നിനും മൈക്കിനും ഇടയിൽ എന്തോ ഒരു പ്രശ്നം നടന്നെന്നും അതൊരു പാർട്ടിയിൽ വെച്ചാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. എന്തായാലും നീ മൈക്കിന്റെ അയൽപക്കത്തല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിനക്കും അറിയാൻ കഴിഞ്ഞിരിക്കും. ഓക്കെ നിനക്കറിയാവുന്ന കാര്യം പറയും. ബെന്നും ബെന്നിന്റെ ഭാര്യയായിട്ടുള്ള ലോറിറ്റയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ? ഇവര് പറയുന്നത് പോലെ ലോറിറ്റയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മൈക്കിനെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനായാലും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബെൻ ലോറിറ്റയെ അബ്യൂസ് ചെയ്യുന്നത് പോലെയാണ് അവൻ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നത്. എന്നിട്ട് അവൻ പെട്ടെന്ന് പറയും അതെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലെ വഴക്കും ബഹളമെല്ലാം നടക്കാറുണ്ട്. അതില് ബെന്നങ്കിളാണെങ്കിൽ ലോറിറ്റ ആന്റിയെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നതും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വഴക്ക് ഒരുപാട് ദിവസം നടക്കുമ്പോഴത്തേക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനായാലും അവരുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ടെറസിന് മുകളിൽ വെച്ചിട്ട് അങ്കിൾ ആന്റിയെ ഉപദ്രവിക്കുന്നത് പോലെ, പക്ഷെ അവിടെ എക്സാക്ട് ആയിട്ട് എന്താണ് നടന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടത് വെച്ചിട്ട് അങ്കിൾ ആന്റിയെ അബ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള കാര്യമാണ് ഞാൻ കണ്ടത് എന്നുള്ള കാര്യം ആ ഒരു ചെറിയ പയ്യനിങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ബെൻ തന്റെ സ്വന്തം ഭാര്യയെ അബ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനൊരു മോശമായിട്ടുള്ള പേരാണ് ഇപ്പോൾ വീഴുന്നത്. അതുകൊണ്ട് എതിർഭാഗം വക്കീലിന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ എഴുന്നേറ്റിട്ട് ഈ ചെറിയ പയ്യൻ പറഞ്ഞ കാര്യം അത് കൺഫേം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ആ ഒരു അങ്കിള് ആന്റിയെ ഉപദ്രവിക്കുന്നത് പോലെ നീ ആ ഒരു കാര്യം കണ്ടു, അതോ അത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോറിറ്റയ്ക്ക് ഒരിക്കലും ബെന്നിനോട് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയല്ലേ മോനെ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അവനായാലും ആയിരിക്കാം, ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ആന്റിക്ക് എന്തായാലും അങ്കിളിനോട് താമസിക്കാനായിട്ട് താല്പര്യമില്ലായിരിക്കാം എന്ന് ആ ഒരു പയ്യൻ പറഞ്ഞു തീരുന്നതും ഇത് കൺഫേം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലോറിറ്റെ തന്നെ കോർട്ടിലേക്ക് പിടിച്ചിരുത്തി അവളോട് ചോദ്യങ്ങൾ ചോദിക്കാണ്. ആദ്യമായിട്ട് ചോദിക്കുന്നത് എതിർഭാഗം വക്കീലാണ്. ഓക്കെ കൊലപാതകം നടന്ന ആ ഒരു ദിവസം നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റ് ഓർഡർ ആയിട്ട് ഒന്ന് പറയാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലോറിറ്റ ആണെങ്കിലും അന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ്. അന്ന് മൈക്ക് സോക്കർ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് പോരുന്ന സമയമായിരുന്നു. വീട്ടിലാണെങ്കിൽ എന്റെ ഭർത്താവില്ല, അതുപോലെ തന്നെ ഞാൻ ജിം വർക്കൗട്ടുകളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് എന്റെ ഭർത്താവ് ബെൻ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് പോയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു എതിർഭാഗം വക്കീല് ചോദിക്കും ഓക്കെ ശരി, നിങ്ങൾ ബെഡ്റൂമിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലേ കുളിക്കാനായിട്ട് പോയത്, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച ആ ഒരു കാര്യം എന്താണ്, അതിപ്പോ കോർട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ ലോറിറ്റ പറയും സോറി അത് എന്തായാലും ഇവിടെ പറയാൻ കഴിയത്തില്ല, കാരണം എന്റെ ഭർത്താവ് കുറച്ച് മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, ഒരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അതുപോലെയൊക്കെ അതെനിക്ക് ഇവിടെ പറയാനായിട്ട് കഴിയത്തില്ല എന്ന് ലോറിറ്റ പറയുന്നതും നമ്മുടെ
വക്കീൽ ഒരിക്കലും അത് നിർത്തത്തില്ല. വീണ്ടും വീണ്ടും അത് പറയാനായിട്ട് ചോദിച്ച് അവസാനം ലോറിറ്റ ഇപ്പൊ കരയാൻ തുടങ്ങും. അപ്പൊ ഇത് കണ്ട ജഡ്ജി ആയാലും ഓക്കെ വക്കീലെ കുറച്ചു നേരം ഒന്ന് നിർത്തിയേക്ക്, അവരല്ലേ പറഞ്ഞ് പറയാൻ കഴിയത്തില്ലാന്ന്, അതെന്തായാലും നമുക്ക് വിടാം എന്ന് പറയുമ്പോൾ വക്കീൽ പറയും ഓക്കെ ശരി ഞാൻ എന്തായാലും അത് വിട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും എന്തൊക്കെയോ സംസാരിച്ചിട്ട് അടുത്തിടെ നിങ്ങൾ കുളിക്കാൻ പോയി. ഓക്കെ അത് കഴിഞ്ഞ് ബാക്കി പറയും. അത് പറയുമ്പോൾ ലോറിറ്റ ആണെങ്കിലും ബാക്കി പറയാണ് അതെ ഞാൻ കുളിക്കാനായിട്ട് പോയിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വെളിയിലേക്ക് വരുമ്പോ കണ്ട കാര്യം ബെന്നിന്റെ വയറിലെ ആ ഒരു കത്തി കുത്തേറ്റ് അവൻ അവിടെ കിടക്കുന്നതാണ്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആദ്യം പോലീസിനെയും വിളിച്ചു, അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി വക്കീലായിട്ടുള്ള ഹീറോയെയും വിളിച്ചു. അത് കഴിഞ്ഞ് ബെന്നിന്റെ ശരീരം കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെന്നിരിക്കുന്ന സമയത്താണ് മൈക്കുള്ളിലേക്ക് നടന്നു വന്നത്. പക്ഷെ അകത്തേക്ക് വന്ന എന്റെ സ്വന്തം മകൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അത് കേൾക്കുന്ന ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പോലും കഴിയത്തില്ല എന്നിങ്ങനെ വളരെ വിഷമത്തോടെ തന്നെ പറയുമ്പോഴത്തേക്കും ആ ഒരു വക്കീൽ ചോദിക്കും അങ്ങനെയാണോ, അതെന്താ നിങ്ങളുടെ മകൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അകത്തേക്ക് വന്ന മൈക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അവനാണ് തന്റെ അച്ഛനെ കൊന്നതെന്ന്. ഈ ഒരു ഒറ്റ പോയിന്റ് മതിയല്ലോ നമ്മുടെ എതിർഭാഗം വക്കീലിനെ ഈ ഒരു പോയിന്റിൽ പിടിച്ച് കയറാനായിട്ട്. ഇത് കേട്ട ഓണർ സ്വന്തം മകൻ തന്നെ ഒരമ്മയോട് തന്റെ അച്ഛനെ കൊന്നതായിട്ട് സമ്മതിച്ചു. ഇതിനുശേഷം എന്തിനാണ് ഈ ഒരു കോടതി ഇതിനകത്തുള്ള ഈ ഒരു വാദം ഓരോ ദിവസവും ഇങ്ങനെ കളയുന്നത്? അവനാണ് കുറ്റവാളിയെന്ന് അവൻ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അവൻ ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് ഈ ഒരു കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ എതിർഭാഗം വക്കീൽ നേരെ സീറ്റിലേക്ക് പോയിരിക്കുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പൊ എഴുന്നേറ്റ് വരികയാണ്. ഓക്കെ നിങ്ങളുടെ മകന് ചോദ്യം ചെയ്തതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാറുണ്ട് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാറുണ്ട്, ഇതൊക്കെ സത്യമാണോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലോറിറ്റ് ആണെങ്കിലും അതെ എന്നെ ഇടയ്ക്കിടയ്ക്ക് മോശമായിട്ടുള്ള വാക്കുകൾ പറയാറുണ്ട്, ഇതുപോലെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ലോറിറ്റ് പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ അങ്ങനെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോഴോ ഇതെല്ലാം നിങ്ങളുടെ മകൻ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലോറിറ്റ് പറയും അതെ എന്തായാലും കേട്ടിരിക്കണം, കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലോറിറ്റ് ഒരു മറുപടി പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ ആ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ വെച്ചിട്ട് എന്തോ ഒരു കാര്യം സംസാരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മോശമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലോറിറ്റ് ആണെങ്കിലും അതേന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ എതിർഭാഗം വക്കീൽ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് സാർ ഇവര് രണ്ടുപേരും നേരത്തെ തന്നെ റിഹേഴ്സൽ ചെയ്തിട്ട് വന്നതുപോലെയാണ് ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്, കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, പക്ഷേ എനിക്ക് തന്ന മറുപടി പോലെയല്ല അവർ മറുപടി കൊടുക്കുന്നത് വേറെ മറുപടികളാണ് എന്നിങ്ങനെ പറയുന്നതും ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മുടെ ഹീറോ ആദ്യമായിട്ടാണ് ഒരു തെളിവെടുത്ത് ജഡ്ജിക്കും അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു ജൂറീസ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല കുറച്ച് ഫോട്ടോസ് ആണ്. ആ ഒരു ഫോട്ടോസിലുള്ളത് ലോറിന്റെ ശരീരത്ത് ഒരുപാട് മുറിവുകളും അതേപോലെ തന്നെ അടികൊണ്ട പാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ലോറിറ്റെ ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് ചെന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവരെടുത്ത ഫോട്ടോസുകളാണ്. അതും ബെൻ മരിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മയെ ഉപദ്രവിച്ചത് കൊണ്ട് അത് സഹിക്കാൻ കഴിയാതെയാണ് മൈക്ക് തന്റെ അച്ഛനെ കൊന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഹീറോ അവിടെ പോയി ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഇവരെല്ലാം ഒരു ഫോട്ടോ നോക്കുമ്പോഴത്തേക്കും അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, സ്വന്തം അമ്മയെ അച്ഛനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മകൻ സഹി കേട്ട അവസാനം അച്ഛനെ കൊന്നു. ഈ ഒരു രീതിയിൽ ഇപ്പൊ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങത്തുള്ളൂ. ഇപ്പൊ എതിർഭാഗം വക്കീൽ പറയുന്നത് പോലെ തന്റെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് മൈക്കിനെ തന്റെ അച്ഛൻ ഉപദ്രവിക്കുന്നത് കൊണ്ട് ആ ഒരു ദേഷ്യം കൊണ്ടാണ് അവന്റെ അച്ഛനെ കൊന്നെന്നുള്ള രീതിയിൽ എല്ലാവരും മാറിയാണ് ചിന്തിക്കുന്നത്. ഇവിടെ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ഹീറോ കൊണ്ടുവന്നു. അങ്ങനെ ഇന്നത്തെ ആ ഒരു ഹിയറിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്ന സമയത്താണ് അടുത്തൊരു ടെസ്റ്റ് നമ്മുടെ ഹീറോയ്ക്ക് മൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത്രയും നാളും മിണ്ടാത്തവൻ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ പോലീസിന്റെ കയ്യിൽ എന്തോ ഒരു പേപ്പറിൽ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. അത് വായിച്ചതും ഹീറോ അടുത്ത നിമിഷം തന്നെ അവന്റെ പുറകെ ജയിലിലേക്ക് പോവാണ്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, അവനെ ഇപ്പോ വിറ്റ്നസ് ആയിട്ട് എല്ലാവരുടെ മുന്നിൽ സംസാരിക്കാണ്ട് സമ്മതിക്കണമെന്നാണ്. അപ്പോ ഹീറോ വന്നിട്ട് പറയും ഏയ് മണ്ടത്തരം പറയാതെ നീ കോടതിയിൽ പോയിട്ട് സംസാരിക്കുന്നതിന് മുന്നേ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും, അങ്ങനെയാണെങ്കിലേ നിന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മിണ്ടാൻ പോലും കഴിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഒരുപാട് ചോദിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു മരത്തലയൻ ഒരു അക്ഷരം പോലും ഹീറോയോട് പറയത്തില്ല എന്നാണ് വാശി പിടിച്ചു തന്നെ ഇരിക്കുകയാണ്. ഇത് കാരണം ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇപ്പോ ഒരു പ്രതിയായിട്ടുള്ള മൈക്കിന് അവൻ പറയുന്ന ആ ഒരു കാര്യം എന്തായാലും ചെയ്തു കൊടുത്തേ പറ്റൂ. അവന് കോടതിയിൽ സംസാരിക്കണം എന്നുള്ളത് അവന്റെ അവകാശമാണ്. അതൊരു പ്രതിയായാൽ പോലും ഇത് സമ്മതിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹീറോയ്ക്ക് തന്നെയാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വോയിസ് ഓവർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നല്ലോ. ആ ഒരു കാര്യം അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അടുത്ത ദിവസത്തെ ആ ഒരു ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ നമ്മുടെ ഹീറോയുടെ അവ എഴുതി കൊടുത്ത ആ ഒരു കാര്യം അത് നേരെ ജഡ്ജിയോട് ചെന്ന് പറയുകയും ചെയ്യുന്നു. ഇതുപോലെ പ്രതിയായിട്ട് സംശയിക്കുന്ന മൈക്കിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ നമ്മുടെ മൈക്കിന് വിറ്റ്നസ് ആയിട്ട് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നും പറഞ്ഞ് മൈക്കിനെ ആ ഒരു വിറ്റ്നസ് ഉണ്ടല്ലോ ആ ഒരു വിറ്റ്നസ് ഇരിക്കുന്ന സീറ്റിൽ കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് ഇപ്പൊ മൈക്കിനോട് നമ്മുടെ ഹീറോ ആണ് ആദ്യം ചെന്ന് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ നിനക്കൊരു വിറ്റ്നസ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു, അതെന്തായാലും നിറവേറ്റിയിട്ടുണ്ട്, പക്ഷെ ഇതിനു മുന്നേ നീ ഒന്നും സംസാരിക്കാണ്ട് തയ്യാറായിട്ടില്ല, പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കാണ്ട് തയ്യാറായത്, അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മൈക്ക് പറയും കാരണം എന്റെ അച്ഛൻ ആരാണ് എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ള കാര്യം എനിക്ക് എല്ലാവരും അറിയിച്ചേ പറ്റൂ, അതുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കണമെന്ന് തോന്നിയത് എന്നിങ്ങനെ അവനും പറയും
സത്യം പറയാലോ ഇവന് മിണ്ടാൻ അറിഞ്ഞൂടാത്തൊന്നുമല്ല, നല്ലതുപോലെ സംസാരിക്കും. പക്ഷെ വടുവൻ ഇത്രയും നേരം നമ്മുടെ ഹീറോ ആയിട്ട് വട്ടം കറക്കുമായിരുന്നു. ഓക്കെ മൈക്ക്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ആ ഒരു ദേഷ്യം നിനക്ക് പണ്ട് മുതലേ ഉണ്ട്. അതുമല്ല, കൊല നടക്കുന്ന ആ ഒരു ദിവസം നീ സോക്കർ ഗെയിം എല്ലാം കളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ നിന്റെ അമ്മയും അച്ഛനും ബെഡ്റൂമിൽ നിന്ന് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിന്റെ അച്ഛനാണെങ്കിൽ നിന്റെ അമ്മയെ അടിക്കുകയും ചെയ്തു. ആ ഒരു ശബ്ദം നീ കേൾക്കുകയും ചെയ്തു. അതുപോലെ ഇത്രയും കാലം നിന്റെ മനസ്സിൽ നിന്റെ അച്ഛനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ആ ഒരു ദേഷ്യം അടക്കാൻ കഴിയാതെ നിന്റെ അച്ഛനെ നീ കൊന്നത് എന്നുള്ള കാര്യം ഹീറോ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് മൈക്ക് വിടുന്ന്. അല്ല, ഒരു നിമിഷം നിൽക്ക്, ഞാനിപ്പോ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. എന്റെ അച്ഛനെ കൊല്ലാനായിട്ട് എനിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നുള്ള രീതിയിൽ അടുത്ത ഒരു കാര്യം പറയുന്നതും ആഹാ, ആ ഒരു കോടതിയിലിരിക്കുന്ന എല്ലാവരും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങ് മാറുകയാണ്. ഞാനും എന്റെ അച്ഛനും ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ പോയിരുന്നല്ലോ. ആ ഒരു സമയത്താണ് എനിക്ക് എന്റെ അച്ഛനെ കൊല്ലണം എന്നുള്ള ആ ഒരു തോന്നൽ തന്നെ വന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ആ ഒരു പ്രൈവറ്റ് ജെറ്റിലെ ഒരു റൂമിൽ വെച്ചിട്ട് അവർ യാത്ര പോകുന്ന സമയത്ത് എന്റെ സ്വന്തം അച്ഛൻ എന്നെ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം മൈക്ക് പറയുന്നതും അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ മൈക്ക് നീ ഈ പറയുന്നത്? നീ പറയുന്നതെല്ലാം സത്യമാണോ അതോ വെറുതെ പറയണോ എന്നിങ്ങനെ ചോദിക്കുമ്പോ അവൻ അതേ സത്യമാണെന്ന് പറയും. അപ്പൊ ഹീറോ ചോദിക്കും, ഓക്കെ, ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് നീ പറയുന്നു, ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിന് മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മൈക്ക് പറയും, എന്റെ 12ാമത്തെ വയസ്സ് മുതൽ തന്നെ എന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഇതെങ്ങനെ ഞാൻ എന്റെ അമ്മയോട് തന്നെ പറയുന്നത്? ബാക്കിയുള്ളവരോട് ഞാൻ എങ്ങനെ പറയും? അതൊരിക്കലും എനിക്ക് മറ്റാരോടും പറയാൻ കഴിയത്തില്ല. അതുമല്ല, ആ ഒരു ഫ്ലൈറ്റിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ ഒരു കോളേജിൽ ചേർക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു യാത്ര പോയത്. അതുമല്ല, ആ ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് എന്നെ റേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇനി നീ കോളേജിൽ പോകുന്നതിന് മുന്നേ ഒരു തവണ കൂടി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് കൂടി തന്നെയാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്. കാരണം ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദേഷ്യത്തിൽ എന്റെ അച്ഛനെ ഞാൻ കൊന്നത് എന്നുള്ള കാര്യം കൂടി അവൻ പറഞ്ഞു തീർക്കുന്നതും ഈ ഒരു കാര്യം കേട്ട കോടതിയിലെ ജഡ്ജ്, ജൂറീസ്, അവിടെ അല്ലാതിരിക്കുന്ന എല്ലാവരും ആകെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. പെട്ടെന്നൊരു ടെസ്റ്റ് ആയി പോയത്. അതുമല്ല, ഒരു ചെറിയ പയ്യന് സ്വന്തം അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ആർക്കും പെട്ടെന്ന് അംഗീകരിക്കാനും കഴിയുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി എല്ലാവരും. പക്ഷെ ഇതെല്ലാം ഇവ പറയുന്നതെല്ലാം കറക്റ്റ് ആണോ ഇല്ലയെന്ന് ഇവർക്ക് കണ്ടുപിടിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എതിർഭാഗം വക്കീല് അടുത്ത ദിവസം തന്നെ ആ ഒരു എയർ ഹോസ്റ്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവരെ ഒരു വിറ്റ്നസ് ആയിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്ന് നടന്ന കാര്യം സത്യമാണോ ഇല്ലയെന്ന് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അതുമല്ല, കഴിഞ്ഞ തവണ ഹീറോ ആ ഒരു എയർ ഹോസ്റ്റിനോട് കുറച്ച് ദേഷ്യപ്പെട്ട്, കാരണം കൂടെയുള്ള ആ ഒരു പെൺകുട്ടികളുടെ പേരെന്താണ് എന്നെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് തവണ തന്നെ ചോദിച്ചതുകൊണ്ട് ഇത്തവണ ഹീറോ ഒരിക്കലും എയർ ഹോസ്റ്റിനോട് സംസാരിക്കാണ്ട് ചെല്ലത്തില്ല. പകരം അസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിനുണ്ടല്ലോ, ഹീറോയിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഹീറോയിൻ സംസാരിക്കുന്നതിന് മുന്നേ ആ ഒരു എതിർഭാഗം വക്കീലാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇതേപോലെ ആ ഒരു ജെറ്റിലെ പ്രൈവറ്റ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ഓക്കെ, ആ ഒരു റൂം നിങ്ങൾ തുറന്നു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അതേന്ന് തന്നെ പറയാണ്. ഓക്കെ, ട്രിപ്പ് മൊത്തമായിട്ട് 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസവും നിങ്ങൾ അവരോടൊപ്പം തന്നെ ആ ഒരു ജെറ്റിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വിമാനത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര നേരം അവരെ കാണാതെ മാറി നിൽക്കാൻ കഴിയും? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നേരം അവരെ കാണാതെ മാറി നിന്നിട്ടുണ്ട്? എയർ ഹോസ്റ്റ് പറയും, കസ്റ്റമറിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ 1-2 നിമിഷം മാത്രമേ ഞാൻ അവരെ വിട്ട് മാറി നിൽക്കാറുള്ളൂ. ബാക്കി എല്ലാ സമയവും ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് പറഞ്ഞത് ഒരു കള്ളമായിട്ട് മാത്രമേ തോന്നുള്ളൂ. കാരണം 1-2 നിമിഷം കൊണ്ട് അവൻ പറഞ്ഞതുപോലെ അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ചോദിക്കാൻ വരുന്നത് ഹീറോയിൻ ആണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ എഴുന്നേൽക്കാനായിട്ട് വരുമ്പോൾ മൈക്ക് ഉണ്ടല്ലോ, മൈക്ക് പെട്ടെന്ന് അവളുടെ ചെവിയിൽ എന്തോ ഒരു പേര്, ഒരു ഹിന്ദു പോലെ എന്തോ ഒരു പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പേര് കേട്ടതും ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇത് ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി, ഓക്കെ, നിങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ബെന്നിനെയും മൈക്കിനെയും ആ ഒരു ജെറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതിലെ പൈലറ്റുമാരായിരുന്നു അവരുടെ പേര് പറയാൻ പറയുമ്പോൾ അപ്പൊ അവർ എയർ ഹോസ്റ്റ് ആയാലും ആ 2 പൈലറ്റുമാരുടെ പേര് പറയുമ്പോഴത്തേക്കാണ് അതിലൊരാളുടെ പേരാണ് മൈക്ക് നേരത്തെ ഹീറോയിനോട് പറഞ്ഞു വിട്ടത്. അങ്ങനെ എന്തായാലും ആ ഒരു പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ ലേഡി പറഞ്ഞ ആ ഒരു പൈലറ്റിന്റെ പേര് ആൽബർട്ട് എന്നാണ്. അപ്പോൾ ഹീറോയിൻ ആയാലും കൈ നിട്ടിപ്പോ ഒരു ചോദിക്കും, ഓക്കെ, ആൽബർട്ടുമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നല്ലോ. ഒരു പക്ഷെ നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആ ഒരു പൈലറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ലേഡി ആണെങ്കിലും ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവർ ആൾറെഡി വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടല്ലേ? ഇല്ലില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൽബർട്ടിന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിലേഷൻ ഒന്നുമില്ല. പൈലറ്റായിട്ട് 2 പേരാണുള്ളത്. അവർക്ക് ബോറടിക്കണ്ടെന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരോട് പോയി സംസാരിക്കാറുണ്ട്. അതുപോലെയാണ് അന്ന് ബെന്നും മൈക്കും യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് പോയി സംസാരിച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എല്ലാവരും ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്ക് പറഞ്ഞ കാര്യം ഏകദേശം സത്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു ലേഡി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൈലറ്റ്സിന്റെ അടുത്തേക്ക് പോയിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. ആ ഒരു സമയത്ത് ഒരു പക്ഷേ അവൻ പറഞ്ഞതുപോലെ അവനെ ഉപദ്രവിച്ച് കാണുമെങ്കിലോ. അങ്ങനെ അന്നത്തെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് 2 പേരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലോ ഹീറോയിനെ നല്ലതുപോലെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഹീറോയിനൊരു സംശയം, സ്വന്തം അച്ഛൻ തന്നെ ഒരു മകനോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നുള്ള സംശയം ഹീറോയിനുണ്ട്. ഒരുപക്ഷെ മൈക്ക് വേറെ ആരെങ്കിലും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ ജോലി എന്താണ്? ആ പയ്യനെ രക്ഷിക്കുക, അത് മാത്രം ചെയ്താൽ മതി.
അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലോറിറ്റയെ കാണുന്നു. അങ്ങനെ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് അവരോട് ചോദിക്കും, അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വന്തം മകനോട് ഇതുപോലൊരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് നിങ്ങളാണോ ഇനി നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത്? അത് മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ മൈക്ക് ഈ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്നിങ്ങനെ പറയുന്നതും ഹീറോയിന് നല്ല ദേഷ്യമായി. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാഗും കാണിക്കുന്നു. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. നമ്മുടെ മൈക്ക് ഈ ഒരു വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ലോറിറ്റ അവളുടെ ഭർത്താവിനെ അടുത്തിരിക്കുന്നതാണല്ലോ കണ്ടത്. അതുപോലെ അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇത് ഞാനാണ് ചെയ്തതെന്ന്. ആ ഒരു സംഭവം അവിടെ വെച്ച് അവസാനിക്കാതെ അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നീയല്ല ഇത് ചെയ്തത്, ഞാനാണ് ഇത് ചെയ്തത്, എല്ലാ കുറ്റവും എന്റെ മേളിൽ തന്നെ വരണം എന്ന് നമ്മുടെ ലോറിറ്റ മൈക്കിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തെ പറ്റി ഒരിക്കലും കോർട്ടിൽ ഇവർ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോറിറ്റ ആ ഒരു കുറ്റം ചെയ്തിട്ട് ലോറിറ്റയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് സംശയിക്കാം. എന്നിട്ട് ലോറിറ്റ ഹീറോയിനോട് പറയും, ശരി എന്റെ മകനെ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി, അത് കഴിഞ്ഞിട്ട് എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ലോറിറ്റ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിയുമ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം ഈ ഒരു കേസിന്റെ വിധി പറയുന്ന ദിവസമാണ്. ഇന്നാണ് ഈ രണ്ട് വക്കീലന്മാരും അവസാനമായിട്ട് വാദിക്കാൻ പോകുന്നത്. അപ്പൊ എതിർഭാഗം വക്കീലായാലും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സ്വന്തം അച്ഛനെ തന്നെ കൊന്ന ഈ ഒരു പയ്യൻ, അവൻ ഇനിയും ഇതുപോലെ ഒരുപാട് പേരെ കൊന്നിട്ട് അതെല്ലാം ഞാനാണ് ചെയ്തത് എന്നും പറഞ്ഞ് ഇതുപോലെ ഒരു വക്കീലിൽ വെച്ച് വാദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, അവൻ ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അവന് ജയിലിൽ അടയ്ക്കണം എന്ന് ഈ ജൂറിമാരോടും ജഡ്ജിയോടും എല്ലാവരോടും പറഞ്ഞിട്ട് ആ ഒരു വക്കീല് അവന്റെ സീറ്റിലേക്ക് പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഹീറോ അവന്റെ വാദം ഇപ്പൊ എല്ലാവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്നത് ആ ഒരു പയ്യൻ കൊല ചെയ്തിട്ടില്ല എന്നല്ല, അവൻ കൊല ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ കൊല ചെയ്യാനുള്ള ആ ഒരു കാരണം അതെന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ അവന്റെ സ്വന്തം അച്ഛൻ തന്നെ റേപ്പ് ചെയ്യുമ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? താൻ അനുഭവിക്കുന്ന ആ ഒരു വേദന മറ്റുള്ളവരോട് പറയാൻ പോലും അവനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. സ്വന്തം അച്ഛനിൽ നിന്ന് ഇതുപോലൊരു അനുഭവം ഇനിയും നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതുപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓക്കെ, അവൻ ഇങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ എന്ന് ആ ഒരു ജൂറിമാരോട് ചോദിക്കുമ്പോൾ അവർക്കാർക്കും ഇപ്പൊ ഇതിനൊരു മറുപടിയില്ല. എന്നിട്ട് ഹീറോ പറയും, ഓക്കെ ആ ഒരു പയ്യന്റെ പ്രായം നോക്കിയിട്ടെങ്കിലും അവൻ എന്തായാലും ഈ ഒരു കേസിൽ നിന്നും വെറുതെ വിടണം. ഇതിനുശേഷം അവൻ പുറത്തിറങ്ങിയാലും ഇനി ഒരു തെറ്റും അവൻ ചെയ്യാൻ പോകുന്നില്ല എന്നല്ല നമ്മുടെ ഹീറോയുടെ ഭാഗത്തുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അതേപോലെ തന്നെ ആ ഒരു കോടതിയിലുള്ള ബാക്കി അവർക്കെല്ലാവർക്കാണ് ഈ ഒരു കാര്യമെല്ലാം കേട്ടിട്ട് നമ്മുടെ മൈക്കിനെ രക്ഷിക്കണമെന്നുള്ള ആ ഒരു തോന്നൽ തന്നെ വരുന്നത്. പക്ഷെ പ്രതിയായിട്ടുള്ള മൈക്കിന് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ, ജയിലെങ്കിൽ ജയില്, വീടെങ്കിൽ വീട് എന്നുള്ള രീതിയിൽ അവൻ എന്തോ ഒരു ഡ്രോയിങ് വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിധി എന്തായാലും ഇവനൊരു കുഴപ്പമില്ല, അവൻ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവസാനം ആ ഒരു തീർപ്പുണ്ടല്ലോ അത് പറയാനായിട്ട് വരുമ്പോൾ മൈക്ക് പെട്ടെന്ന് അവന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട്, അമ്മ അച്ഛനമ്മയെ ശരിക്കും അടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ അമ്മയാണെങ്കിലും അതേന്ന് ഇങ്ങനെ പറയാണ്, ഷടാ ഇതെന്താണ്, ഇത്രയും നേരം മൈക്കിന് എല്ലാ കാര്യങ്ങളും അറിയാന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിൽ ഇവൻ എന്തുകൊണ്ടാണ് അവന്റെ അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ജഡ്ജി ആയാലും അവസാനം ആ ഒരു വിധി പറയാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മൈക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. വേറെ ഒന്നുമല്ല, മൈക്ക് റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് അവന്റെ അമ്മ അവിടെ നിന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഞാനാണെല്ലാം ചെയ്തത്, ഞാൻ കുറ്റം ഏറ്റെടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ മൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ ലോറിറ്റ വിളിച്ച് ആ ഒരു പോലീസ് താഴേക്ക് വരുന്നു. അപ്പൊ ആ ഒരു പോലീസിനെ വിളിക്കാനായിട്ട് ലോറിറ്റ താഴേക്ക് പോകുന്ന ആ ഒരു സമയം കൊണ്ട് മൈക്ക് ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ ഒരു കത്തിയിൽ അവന്റെ കൈ വെച്ചിട്ട് ആ ഒരു ഫിംഗർ പ്രിന്റ് അങ്ങനെ പതിക്കാണ്. അങ്ങനെയാണെങ്കിൽ മൈക്കിന്റെ അമ്മയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിനെ കൊന്നത് തന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അവൻ ആ ഒരു കുറ്റം ഏറ്റെടുക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കി അത് കഴിഞ്ഞ് ആ ഒരു ജഡ്ജ് ആണെങ്കിലും അവസാന തീരുമാനം പറയാണ്, നമ്മുടെ ഹീറോ ഇത്രയും നേരം വാദിച്ച ആ ഒരു കാര്യങ്ങള് അതേപോലെ തന്നെ ഇവന്റെ വയസ്സ് മൈക്കിനെ റിലീസ് ചെയ്യാണ്. കാരണം അവൻ ചെയ്തതിൽ ഒരു വിധത്തിൽ അവന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അതുകൊണ്ട് നമ്മുടെ മൈക്ക് കുറ്റവാളിയല്ലാന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും സന്തോഷമായി. കാരണം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അവന് വേണ്ടി വാദിച്ചതെല്ലാം വെറുതെ ആയില്ലല്ലോ. എന്നിട്ട് ഹീറോ നേരെ മൈക്കിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് മൈക്ക് അവനോട് പറയുന്നുണ്ട്, ഞാൻ പോലീസിന്റെ അടുത്ത് നിന്ന് വന്നതിന് ശേഷം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് കാണണം എന്നിങ്ങനെ പറയാണ്. കാരണം വേറെ ഒന്നല്ല, മൈക്കിന് ഇനിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രൊസീജിയറുകൾ തീർക്കാനുണ്ട്. അങ്ങനെ കോടതി വിട്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ലോറിറ്റ ഓടി വന്ന് നമ്മുടെ ഹീറോയെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ ആ ഒരു നന്ദി ഇങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, നല്ലതുപോലെ കരഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനായാലും ലോറിറ്റയെ നോക്കിയിട്ട്, ഷെടാ ഈ ഒരു ലേഡി എന്താ ഇങ്ങനെ, ഒരു കല്യാണം കഴിച്ചിട്ടൊരു മകനുള്ള സ്ത്രീയല്ലേ, ഇതുപോലെയെല്ലാം വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കാണിക്കുന്നതിന് അത് പബ്ലിക്കായിട്ട് എന്നല്ല ഹീറോയിൻ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ മൈക്കിന്റെ അടുത്തേക്ക് ചെന്ന് അവരോട് ഇങ്ങനെ സംസാരിക്കണം, ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ മൈക്ക് ഹീറോയ്ക്ക് അവൻ വരച്ച ആ ഒരു ഡ്രോയിങ് എടുത്ത് ഇങ്ങനെ കാണിക്കാണ്. അതൊരു വാച്ചിന്റെ ഡ്രോയിങ് ആണ്. ആ ഒരു ഡ്രോയിങ്ങിലുള്ള വാച്ചാണ് നമ്മുടെ ഹീറോ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. ഓഹോ, ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. അപ്പോൾ ഹീറോ ചോദിക്കും, ഈ ഒരു വാച്ചിന്റെ ഡ്രോയിങ് എന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ മൈക്ക് പറയും, ഇത് നിങ്ങളുടെ വാച്ചിന്റെ ഡ്രോയിങ് ആണ്. എന്റെ അച്ഛൻ മരിച്ചിരുന്ന ആ ഒരു റൂമിൽ ബെഡ്ഷീറ്റിനടിയിലായിട്ട് ഈ ഒരു വാച്ച് ഞാൻ കണ്ടിരുന്നു. അതുമല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ സമാധാനപ്പെടുത്തി അവിടെ നിന്നും എന്നെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ എന്റെ അമ്മ ആരും കാണാതെ ആ ഒരു വാച്ച് അങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു.
അത് കഴിഞ്ഞിട്ട് ആ ഒരു വാച്ച് പതിയെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറയും, എന്താ അവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ മൈക്ക് പെട്ടെന്ന് ഹീറോയെ പിടിച്ച് ഒരിടത്തേക്ക് കൊണ്ട് ചേർത്തിട്ട്, നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ അച്ഛനെ ഒരു മോശക്കാരനായിട്ട് ഞാൻ മാറ്റിയത്. അതുകൊണ്ട് സത്യം പറഞ്ഞോ, നിങ്ങളാണ് അതിനിടയിൽ എന്തോ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെന്തോ ആവട്ടെ, നിങ്ങളുടെ അയൽക്കാരനായിട്ടുള്ള ആ ഒരാൾ പറഞ്ഞതുപോലെ നിന്റെ അച്ഛൻ ഒരു നല്ല ആളൊന്നുമല്ല, നിന്റെ അമ്മയെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു, അതുപോലെ മോശപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നുള്ളതിൽ ഒരു കാര്യമില്ല, എന്തായാലും മരിച്ചല്ലോ, അതിൽ നീ സന്തോഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ നിന്റെ അമ്മയായിട്ട് നല്ല സന്തോഷത്തോടെ പോയി ജീവിക്കുക എന്ന് ഹീറോ പറയുമ്പോഴത്തേക്കും മൈക്കാണെങ്കിൽ അത് കേട്ടിട്ട് നേരെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരാണ്. കാരണം ഇപ്പോൾ ഹീറോ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ മൈക്കായാലും നേരെ താഴേക്ക് വന്നിട്ട് അവന്റെ അമ്മയെ കണ്ട് അമ്മേനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അതേസമയം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥ സത്യം എന്നെല്ലാം കാണിക്കുന്നത്. മരിച്ചുപോയ ബെന്നും ഒരു വക്കീലാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബെന്നും നമ്മുടെ ഹീറോയും ഒരേ കോടതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുമല്ല ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ബെൻ വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നത്, അല്ല സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കാം, എന്റെ ഭാര്യയ്ക്ക് വേറെ ഒരാളുമായിട്ട് ഒരു അഫെയർ ഉണ്ട്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നീ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയുമ്പോൾ ഹീറോ പറയും, അതിലിപ്പോ കൂടുതൽ പറയാനെന്താ, നിന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്തേക്ക്, അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ, എന്ത് ഡിവോഴ്സോ, എന്റെ ഭാര്യയെ വിട്ടിട്ട് തനിച്ചിരിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് ബെൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ബെൻ ആണെങ്കിലും അതിനുശേഷം ഒരു 6-7 മാസത്തിനകത്ത് ബെന്നിന്റെ ഭാര്യയായിട്ടുള്ള ലോറിറ്റെ നല്ലതുപോലെ ഉപദ്രവിച്ച് അവൾക്ക് ആരുമായിട്ടാണോ ബന്ധമുള്ളത് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതൊന്നും സഹിക്കാൻ കഴിയാതെ ലോറിറ്റ് എന്താ ചെയ്യുന്ന വെച്ചാല് ബാത്റൂമിലേക്ക് കയറി ഒരു കല്ലെടുത്തിട്ട് അവളുടെ ദേഹത്തേക്ക് സ്വയം ഇങ്ങനെ ഇടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാല് ബെൻ അവളെ ഉപദ്രവിച്ചതുപോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഹീറോ കോടതിയിലും കാണിച്ചത്. സത്യം പറഞ്ഞാല് ബെൻ അല്ല അവളെ ഉപദ്രവിച്ചത്, അവള് സ്വയം ഈ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അങ്ങനെ ലോറിറ്റ ബാത്റൂമിലിരിക്കുന്ന അതേ സമയം ഇവിടെ ബെന്നിനെ ഒരു കറുത്ത ഡ്രസ്സിലായിട്ട് ഒരുത്തം വന്നിട്ട് കത്തി ഉപയോഗിച്ച് നല്ലതുപോലെ കുത്തുകയും ചെയ്യുന്നു, അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് സോക്കർ ഗെയിം കളിക്കാൻ കഴിയാതെ വെളിയിലേക്ക് പോയ നമ്മുടെ മൈക്ക് തിരിച്ചു വരുന്നത്. ഇപ്പൊ നമ്മുടെ ബെന്നിനെ കൊന്നവനും ലോറിറ്റയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ബെന്നിനെ കൊന്ന ആ ഒരുത്തനെ കാണിക്കുന്നത്. ലോറിറ്റയുടെ ആ ഒരു കാമുകനുണ്ടല്ലോ, അവനാണത്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഹീറോ തന്നെയാണ്. അപ്പൊ സത്യത്തിൽ ലോറിറ്റായിട്ട് ആ ഒരു അഫെയർ വെച്ചിരുന്ന ആള് നമ്മുടെ ഹീറോ തന്നെയാണ്. അതുമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബെന്നിനെ ഇവർ രണ്ടുപേരും കൊല്ലുന്നത്. അപ്പോൾ നമ്മുടെ ലോറിറ്റയ്ക്കാണെങ്കിൽ എത്രയൊക്കെ അവളുടെ ഭർത്താവിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും മൈക്കിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക് ഈ ഒരു കേസിൽ പെട്ടുപോയത് കൊണ്ടാണ് നമ്മുടെ ഹീറോയെ വെച്ച് തന്നെ മൈക്കിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ശ്രമിച്ചത്. അതിനുവേണ്ടി ബെന്നിനെ ഒരു മോശക്കാരനായിട്ടുള്ള ആളാക്കി ഇവർ പ്രൊജക്റ്റ് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ബെൻ അത്രയും മോശപ്പെട്ട ഒരാളൊന്നുമല്ല, ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അയാൾ അറിയാതെ ദേഷ്യപ്പെട്ടപ്പോൾ അന്നാണ് ആ ഒരു സാക്ഷികളായിട്ടുള്ള ആളുകൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടതും അവരും ബെന്നിനെ ഒരു മോശക്കാരനായിട്ടുള്ള ആളായിട്ട് മാറ്റിയതും. ഇത് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചുകൂടി എളുപ്പമായി. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആ ഒരു കോർട്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മൈക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള ഒരു ഫീലിംഗ്. അതോടെ ദി വോൾ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.